ഹായ് നമസ്കാരം. മോദി മൂന്നാമതും അധികാരത്തിലേറിയ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം കുറിച്ച ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ പാർലമെന്റ് സ്ട്രീറ്റിലെ പള്ളിയിൽ ളുഹർ ഉച്ച സമയത്തെ പ്രാർത്ഥന നിസ്കരിക്കാനെത്തിയ വിശ്വാസികൾക്ക് ആകെ അറിയാനുണ്ടായിരുന്നത് പതിവ് പോലെ ഇന്നത്തെ ജമാഅത്തിന് സംഘടിത പ്രാർത്ഥന നേതൃത്വം നൽകാൻ ഇമാം വരുമോ എന്നായിരുന്നു. കാരണം വർഷങ്ങളായി പാർലമെന്റ് പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകി വന്ന അവരുടെ ഇമാം ഇന്ന് പാർലമെന്റ് അംഗമാണ്. എന്നാൽ പള്ളിയിലെത്തിയ വിശ്വാസികളുടെ ആശങ്ക ആസ്ഥാനത്താക്കി നിസ്കാരം തുടങ്ങുന്ന 1:20 മുമ്പ് തന്നെ പാർലമെന്റ് അംഗത്തിന്റെ യാതൊരു നാട്യവുമില്ലാതെ ഇമാം പള്ളിയിലെത്തി. നിസ്കാരത്തിന് ശേഷം പതിവ് കർമ്മങ്ങൾ കഴിഞ്ഞ് പാർലമെന്റിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു. യുപിയിലെ രാംപൂരിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിലെ മത്സരിച്ച് ബിജെപിയുടെ ഗ്യാൻശ്യാം സിംഗ് ലോധിയെ 87,434 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മുഹിബുള്ള ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. സമാജ്വാദി പാർട്ടിയുടെ മുസ്ലിം മുഖമായിരുന്ന ആസം ഖാൻ ഏറെക്കാലം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് രാംപൂർ. മുഹിബുള്ളയുടെ ജന്മനാട് കൂടിയാണ് രാംപൂർ. പ്രാഥമിക പഠനം നാട്ടിൽ പൂർത്തിയാക്കിയ ശേഷം പ്രശസ്തമായ ദാറുൽ ഉലമിൽ നിന്നാണ് മുഹിബുള്ള മതകാര്യങ്ങളിൽ ഉപരിപഠനം പൂർത്തിയാക്കിയത്. പിന്നീട് ഡൽഹി ജാമിയ മില്ലിയ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്ദ ബിരുദം പൂർത്തിയാക്കി. ഈ സമയത്ത് തന്നെയാണ് പാർലമെന്റ് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ നിയോഗിക്കപ്പെട്ടത്. പാർലമെന്റ് പള്ളിയിലെ ഇമാം എന്ന നിലയിൽ മുഹിബുള്ളയുടെ ബന്ധങ്ങൾ വളരെ വലുതായിരുന്നു. പള്ളിയിലേക്ക് എത്താറുള്ള മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമും ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ഹാമിദ് അൻസാരിയും അഹമ്മദും മുതൽ ഉന്നത രാഷ്ട്രീയക്കാരുമായും AAS IPS IFS ഉദ്യോഗസ്ഥന്മാരും മറ്റു വിവിധ തലങ്ങളിലുള്ളവരുമായും അദ്ദേഹം വലിയ ബന്ധം പുലർത്തി. ഈ വിപുലമായ ബന്ധവും സൗഹൃദവുമാണ് ഇമാം മുഹിബുള്ളയെ ജന്മനാട്ടില് സ്ഥാനാർത്ഥിയാക്കാൻ സമാജ്വാദി പാർട്ടി പ്രേരിപ്പിച്ചത്. 5 തവണ SP-യുടെ ലോകസഭാ അംഗമായിരുന്ന ഷഫീഖുർ റഹ്മാൻ ബർക്ക് ആണ് പാർട്ടിക്ക് മുഹിബുള്ളയെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇതുപ്രകാരം ലക്നൌവിലെ SP ആസ്ഥാനത്തേക്ക് അഖിലേഷ് യാദവ് ഇമാമിനെ വിളിപ്പിച്ചു. വൈകാതെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാർട്ടി അർപ്പിച്ച ദൗത്യം മുഹിബുള്ള ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണെന്നാണ് ഇമാം മുഹിബുള്ള പറഞ്ഞു. ഇത് ചരിത്ര പ്രധാനമുള്ള പള്ളിയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുൻനിര സ്വതന്ത്ര സമര സേനാനികളുടെ കേന്ദ്രമായിരുന്നു ഇത്. പള്ളിയിലെത്തുന്ന ഉന്നത രാഷ്ട്രീയക്കാരുമായി സംസാരിക്കാൻ അവസരം ലഭിക്കുമ്പോഴെല്ലാം ജനങ്ങളെ സഹായിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടാറുണ്ട്. ഇപ്പോൾ എനിക്ക് നേരിട്ട് തന്നെ അതിന് അവസരം കൈവന്നിരിക്കുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ അംഗത്വം പള്ളിയിലെ ഇമാമെന്ന നിലയിലുള്ള കർത്തവ്യങ്ങളെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിൽ നിന്ന് 50 അടി മാത്രമാണ് പള്ളിയിലേക്ക് ഉള്ളത്. നിസ്കാരത്തിന് ആകെ 10-15 മിനിറ്റ് സമയവും എടുക്കും. ആദ്യ ദിവസം തന്നെ പാർലമെന്റ് നടപടികളിലും പള്ളിയിലെ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടു നടക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. 15 വർഷത്തോളമായി പാർലമെന്റ് സ്ട്രീറ്റിലെ ജുമാ മസ്ജിദ് ഇമാമാണ് മുഹിബുള്ള. ഡൽഹിയിലെ വിവിധ സാംസ്കാരിക മതാന്തര സംവാദത്തിലും സജീവമായ ഇമാം മലയാളികൾക്കിടയിലും പ്രിയങ്കരനാണ്. മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന അഹമ്മദിന്റെ എല്ലാ ഇഫ്താർ വിരുന്നുകളിലും മുഹിബുള്ള വരാറുണ്ട്. കേരളത്തിലെ മുസ്ലിം നേതാക്കന്മാരുമായും അടുത്ത ബന്ധമുണ്ട്. ചികിത്സക്കായി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ഡൽഹി എയിംസിലെത്തി എന്നറിഞ്ഞപ്പോൾ ജുമയ്ക്ക് ശേഷം ഹൈദരലി തങ്ങൾക്ക് വേണ്ടി ഇമാം പ്രത്യേക പ്രാർത്ഥനയും നടത്തുകയുണ്ടായി.